എത്തിക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഭക്തജനങ്ങളൊക്കെയും വലിയ കാത്തിരിപ്പിലാണ്. ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും ഒക്കെ ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുകയാണ്. ഉത്സവത്തിന്റെ രണ്ടാം ദിനം ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹമാണ് അനുഭവപ്പെടുന്നത്. ആഷ്ലി ജോയ് നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ നൽകും. ആഷ്ലി, വലിയൊരു കാത്തിരിപ്പ്, ഒരു വർഷത്തിന്റെ നീണ്ട കാത്തിരിപ്പിന് ഇതാ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. പൊങ്കാലയ്ക്കായി ഇങ്ങനെ നാടും നഗരവും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഭക്തജനങ്ങളൊക്കെ എത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്താണിപ്പോൾ അവിടുത്തെ ഒരു വൈബ്, എങ്ങനെയാണ്? അക്ഷയ, പൊങ്കാല ഉത്സവത്തിന്റെ രണ്ടാം ദിനം നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ്. ക്ഷേത്രങ്ങളിലേക്കുള്ള വഴികൾ മുഴുവൻ ഭക്തജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നഗരം മുഴുവൻ ദീപാലങ്കൃതമാണ്. അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ഈ ഒരു സമയത്ത് എത്തിപ്പെടാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത്രയധികം തിരക്കാണ്. മുൻ വർഷങ്ങളിലേക്കാൾ അധികമായി വലിയ രീതിയിലുള്ള തിരക്ക് ഈ വർഷമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പൊങ്കാലയ്ക്ക് ഒരുപാട് ആളുകളെ, സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാരും അതുപോലെ തന്നെ നഗരസഭാ വൃത്തങ്ങളും എല്ലാവരും തന്നെ. എന്തായാലും വഴി നീളെ നമുക്ക് ഇപ്പോൾ തന്നെ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ നമുക്ക് കാണാനാകും. മറ്റു ജില്ലകളിൽ നിന്നുള്ളവർ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതിഥികളായൊക്കെ അവർ ഒരാഴ്ച മുൻപ് തന്നെ വീടുകളിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ഈ ഒരു സമയത്തെ മാത്രം കാഴ്ചയല്ല. രാവിലെ എത്തിയാലും നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ഈ ഒരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും ഈ തിരക്ക് അമ്മയെ കാണുക, അമ്മയുടെ പ്രാർത്ഥനയിൽ മുഖരിതമാണ് ഈ ആറ്റുകാൽ ക്ഷേത്രവും പരിസരവുമെല്ലാം. എന്തായാലും എൻ്റെ കൂടെ ഇന്ന് അമൽ തേനംപറമ്പിൽ കൂടി ചേരുന്നുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇവിടുത്തെ? ഇന്നിപ്പോൾ രണ്ടാം ദിവസമാണ്. ഇന്നലെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഇതേ തിരക്കായിരിക്കും. ഇപ്പോൾ ദീപാരാധനയുടെ സമയമാണ്, അതിനാലാണ് ഇത്ര വലിയ ക്യൂ. ഇപ്പോൾ ദീപാരാധനയുടെ ഒരു തിരക്കുണ്ട്. അതുമാത്രമല്ല, ഇന്നലെ മുതൽ തന്നെ, ആദ്യ ദിനം മുതൽ തന്നെ വലിയ തിരക്കാണ്. കഴിഞ്ഞ തവണത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ പന്തലിൽ, ഇത് സ്ഥിരം പന്തലാണ്, ഈ സ്ഥിരം പന്തലിൽ നിറഞ്ഞ് കവിഞ്ഞ ഭക്തരാണ് ഇവിടെ നിൽക്കുന്നത്. വാഹനങ്ങൾക്ക് ഇവിടേക്ക് കടന്നു വരാൻ പോലും പറ്റാത്ത വിധത്തിൽ കിള്ളിപ്പാലം മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലം മുഴുവൻ വാഹനങ്ങൾക്ക് ബ്ലോക്കാണ്. ഒരു അരമണിക്കൂറൊക്കെ എടുത്താണ് വാഹനം ഇവിടേക്കൊന്ന് എത്തിക്കാൻ കഴിയുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള ഭക്തജന പ്രവാഹം ഇവിടേക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ദീപാരാധന തൊഴാനായി ഇവിടെ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ഓല വെച്ച് കെട്ടിയ ഒരു പന്തലുണ്ട്, അവിടെയാണ് തോറ്റമ്പാട്ട് നടക്കുന്നത്. ഇന്ന് രണ്ടാം ദിനമാണ്. ഇന്നലെ കണ്ണകീചരിതം പാടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കണ്ണകി കോവലനെ വിവാഹം കഴിക്കുന്നതിന് തൊട്ട് മുൻപായുള്ള ഒരുങ്ങിയിരിക്കുന്ന കണ്ണകയുണ്ട്. ആ കണ്ണകയെ പറ്റി വർണ്ണിക്കുന്ന ഭാഗങ്ങളാണ് തോറ്റമ്പാട്ടുകാർ പാടുന്നത്. എന്തായാലും നാളെ ഈ കോവലിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ തോറ്റമ്പാട്ടുകാർ വിശദീകരിക്കും. അവർ അത് പാടി തീർക്കും. അങ്ങനെ അത് ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഭക്തജന തിരക്കിന് അപ്പുറത്തേക്ക് ഇവിടെ കുറേ അധികം വേദികളുണ്ട്. അവിടെ സമാന്തരമായി തന്നെ കലാപരിപാടികളും പുരോഗമിക്കുന്നു. അംബിക, അംബാലിക 3 സ്റ്റേജുകളിലായി ഒരു പരിപാടി കഴിയുമ്പോൾ അടുത്ത പരിപാടി എന്നുള്ള നിലയ്ക്ക് കലാപരിപാടികളും പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും വലിയ ആഘോഷമായി തന്നെ മാറുകയാണ് ആറ്റുകാൽ പൊങ്കാല. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു മൂഡിലേക്ക് തലസ്ഥാനം ആസകലം അങ്ങ് മാറും. ഈ ഒരു ചെറിയ പരിസരം എന്നതിനപ്പുറത്തേക്ക് തലസ്ഥാനം മുഴുവൻ ആഘോഷത്തിൻ്റെ അന്തരീക്ഷം കൂടി കൈവരികയാണ്. ഇതൊരു തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കേവലം ആചാരം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് അവർക്കിതിനെ അത് വലിയൊരു ആഘോഷമാക്കി അവർ മാറ്റുകയാണ്. അതിന് ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളിപ്പോൾ കടന്നു വരുന്ന വഴികളിലെല്ലാം ദേവീ പീഠങ്ങൾ പലയിടങ്ങളിലായി കണ്ടു. അത് ഈ ഓട്ടോറിക്ഷ ജീവനക്കാർ വെച്ചത്, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകൾ വെച്ചത്, അങ്ങനെയൊക്കെ ആയി വരികയാണ്. നഗരം നിറങ്ങളിൽ നീരാടി നിൽക്കുകയാണ് എന്ന് പറയാം. ഈ ദീപപ്രഭയാണ് അമ്പലത്തിന് ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല വരുന്ന വഴികളിൽ മുഴുവൻ ഇങ്ങനെ വൈദ്യുതാലങ്കാരങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് എല്ലായിടവും. ഇന്നിപ്പോൾ രണ്ടാം ദിനമാണ്. ഇനി വരും ദിവസങ്ങളാകുമ്പോൾ ഇതിൻ്റെ ആഘോഷം അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തും. ആഷ്ലി, പക്ഷേ ഇതാണ് ഇവിടുത്തെ ഒരു ആഘോഷം, ഒരു ഭക്തിയിൽ നിറഞ്ഞിരിക്കുകയാണ് ആറ്റുകാൽ അമ്പലം. എന്തായാലും നഗരം ഇപ്പോൾ ആറ്റുകാൽ ഉത്സവത്തെ, ആറ്റുകാൽ പൊങ്കാലയെ വരവേൽക്കാനായി ഒരുങ്ങുകയാണ്.